ഓൺലൈനിൽ ഓർഡർ ചെയ്ത് പെട്ടു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് കാണുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ അത് നമ്മളുടെ തന്നെ ആണോ എന്നറിയാൻ എന്ത് ചെയ്യണം, ഏതെല്ലാം പ്രോഡക്റ്റുകൾക്ക് എങ്ങനെയുള്ള കവറിലായിരിക്കും നമുക്ക് ലഭിക്കുക, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, ഇനിയിപ്പോ നിങ്ങളുടേതാണെങ്കിലും ആ കവർ ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ സിമ്പിൾ ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം. ഇനി അഥവാ കവറിനുള്ളിലുള്ളത് നമ്മൾ ഓർഡർ ചെയ്ത അല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ക്ലെയിം ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ദയവ് ചെയ്ത് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഇതൊന്നും അറിയാതെ എന്തെങ്കിലും ഒരു സ്കാമിൽ പോയി പെട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ശ്രദ്ധിക്കേണ്ട പോയിന്റ് നമ്പർ 1. നിങ്ങൾ അത്യാവശ്യം വിലപിടിപ്പുള്ള സാധനമാണ് വാങ്ങിച്ചതെങ്കിൽ അത് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഡെലിവറി ബോയ്ക്ക് ഷെയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് കൊണ്ടുവന്നുള്ള പാക്കേജ് ഡാമേജ്ഡ് ആണോ, അതാരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വന്നുള്ള മെസ്സേജിലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ ഓർഡർ സെക്ഷനിലും പാക്കേജ് ID എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതും ഡെലിവറി ബോയ് കൊണ്ടുവന്നുള്ള പാക്കേജിലും ആ സെയിം നമ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. ഇത് പലരും നോക്കാറില്ല. ഡെലിവറി ബോയ് എത്തുന്നതിന് കുറേ മുന്നേ തന്നെ നമുക്ക് വിളിക്കും, ഒരു OTP വന്നിട്ടുണ്ടാവും, അവിടെ കൊടുത്താൽ മതി, ഇവിടെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു OTP അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി പോയിന്റ് നമ്പർ 2. പാക്കേജ് എല്ലാം ഓക്കെയാണ്, ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓപ്പൺ ചെയ്ത പോലെ നമുക്ക് തോന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കവറുകളിലാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ 4 കാര്യങ്ങൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഡെലിവറി ടീമിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കാം. ഫസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ വന്നിരിക്കുന്ന കവറിൽ 4 സൈഡിൽ ഈ 3 സൈഡിലായിട്ട് 1 2 3 4 5 6 എന്ന് ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കുക. ഈ ഒരു പാക്കേജിന്റെ സെക്യൂരിറ്റി നമ്പർ ആണത്. ഇങ്ങനെ 3 സൈഡിൽ ഒരു സൈഡിൽ ഇല്ലെങ്കിൽ പോലും ആ കവർ വാങ്ങിക്കരുത്. അടുത്ത പോയിന്റ് പറയുന്നതിന് മുന്നേ നമ്മൾ ഇതേപോലെ ഓൺലൈനിലൂടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് നല്ലൊരു എമൗണ്ട് ക്യാഷ് ബാക്ക് ലഭിക്കാനുള്ള ട്രിക്കും കൂടെ പറഞ്ഞുതരാം. യെസ്, ക്യാഷ് കരോ. ഇത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ക്യാഷ് ബാക്ക് ഓർ കൂപ്പൺ സൈറ്റ് ആണ്. ഇതിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള 1500-ലധികം ബ്രാൻഡുകളിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. കൊള്ളാലോ പരിപാടി. ഇത് ഒരുപാട് വർഷമായുള്ള പ്ലാറ്റ്ഫോം ആണ്, ട്രസ്റ്റഡ് ആണ്. ക്യാഷ് കരോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തും അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ ഇതിലെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതിലൂടെയും ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താലും സൈനപ്പ് ചെയ്യുന്ന സമയത്ത് അഡോബിക്സ് 50 എന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് 50 രൂപ സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നേരെ ക്യാഷ് കരോ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന പ്ലാറ്റ്ഫോം സെർച്ച് ചെയ്ത് ഏൺ റിവാർഡ് ക്ലിക്ക് ചെയ്ത് പിന്നെ സാധാരണ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ സാധനം വാങ്ങിക്കുക. അത്രേ ഉള്ളൂ കാര്യം. ഏകദേശം എല്ലാ പ്രോഡക്റ്റുകൾക്കും ക്യാഷ് ബാക്ക് ലഭിക്കും. ഇപ്പൊ ഫ്ലിപ്കാർട്ട്, ബിഗ് ബില്യൺ പോലുള്ളതൊക്കെ വരികയാണെങ്കിൽ അതിനുള്ള ഡിസ്കൗണ്ടും കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഒരു ക്യാഷ് ബാക്കും ലഭിക്കും. ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് ബാക്ക് ഒക്കെ മൈ ഏണിംഗ് സെക്ഷനിൽ കാണാം. ആ ഒരു എമൗണ്ട് നമുക്ക് നേരെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ടൈം പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്യുക. നല്ല എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. രണ്ടാമത്തേത്, ഇവിടെ മുകളിൽ ഒട്ടിച്ച ഭാഗത്തായിട്ട് ഒരു ലൈന് കാണാം. അതിന്റെ അവസാന ഭാഗത്ത് ഇതേപോലുള്ള കളറോ ഗ്രീൻ കളറോ കാണാം. ആ ഒരു കളറ് ഇവിടെ എവിടെയും ഈ ലൈനിന്റെ ഭാഗത്തൊന്നും കാണാൻ പാടില്ല. ഈ ലൈനിൽ ആ ഒരു കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആരോ പൊട്ടിച്ചിട്ട് വീണ്ടും പൊട്ടിച്ചാണെന്നാണ് അർത്ഥം. ഇനി മൂന്നാമത് കൊടുത്തുള്ള ഇവിടെ കാണുന്ന ഈ ബ്ലൂ ടാപ്പിൽ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അല്ലാതെ ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റുകളൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കവർ തുറന്നാലോ അത് റീടാപ്പ് ചെയ്താലോ ഈ കാണുന്ന പോലെ ടെക്സ്റ്റുകൾ വിസിബിൾ ആവും. ലാസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് ഇതുപോലുള്ള കവറുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് നോ ടാപ്പ് അലോവഡ്, നോ ടാപ്പ് അലോവഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് ഉദ്ദേശിക്കുന്നത് ഇത് ടാപ്പ് ചെയ്തോ പിന്ന് ചെയ്തിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരിക്കലും അത് വാങ്ങിക്കരുത്. കമ്പനി ഒരിക്കലും സീൽ ചെയ്തിട്ടല്ലാതെ നിങ്ങളിലേക്ക് അയക്കില്ല എന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പാക്കേജ് വാങ്ങിച്ചിട്ട് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുന്നതും അതിന്റെ ഉള്ളിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളും അതെല്ലാം നിങ്ങൾ ഫുൾ ആയിട്ട് പൗസ് ചെയ്യാതെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക. അഥവാ നിങ്ങൾക്ക് ഈ ബോക്സിന്റെ ഉള്ളിൽ കിട്ടുന്നത് വേറെ എന്തെങ്കിലും റോങ് ഐറ്റംസോ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടോ വേറെ എന്തെങ്കിലും ഉടായ്പ പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. റീപ്ലേസ്മെന്റ് ഒക്കെ പെട്ടെന്ന് നടക്കും. കാരണം നിങ്ങളുടെ അടുത്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫ് അവൈലബിൾ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബബ്ബ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവർ പറയുന്നതായിരിക്കും ശരി. ഇനി എല്ലാത്തിനും ഈ പറഞ്ഞ പോലുള്ള സെയിം കവർ തന്നെ ആവണമെന്നില്ല. പലതരത്തിലുള്ള കവർ ആയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നതാണെങ്കിൽ പല സെല്ലേഴ്സ് ആയിരിക്കും പല
തരത്തിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് അയക്കുന്നത്. അപ്പൊ ആ സെല്ലേഴ്സിനൊക്കെ അനുസരിച്ച് ചില ടൈമുകളിൽ മാറും. ചില സമയത്ത് ചെറിയ വിലയുള്ള പ്രോഡക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെയുള്ള ബ്രൗൺ കളറുള്ള പേപ്പർ കവറിലായിരിക്കും അവർ അയച്ചു തരുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സിലും ഒക്കെ ആയിരിക്കും അയച്ചു തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും സേഫ്റ്റി ഉള്ള പാക്കേജിലും കവറിലൊക്കെ നമുക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ബെറ്റർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളതാണോ നോക്കണം. അതേപോലെ നമുക്ക് അയച്ചു തരുന്ന സെല്ലേഴ്സ് വെരിഫൈഡ് ആണോ, അവർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സേഫ്റ്റി ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള നല്ല കവറുകളിൽ ഇതൊക്കെ നോക്കാൻ പറ്റിയ രീതിയിലായിരിക്കും നമുക്ക് അയച്ചു തരുന്നത്. അല്ലെങ്കിൽ അവർക്ക് തോന്നിയ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് അയച്ചു തരിക. അപ്പൊ അതും കൂടെ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി അഥവാ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ സാധനം കയ്യിൽ കിട്ടി, അപ്പൊ നോക്കിയപ്പോഴാണ് വല്ല കുപ്പി, പാട്ട, സോപ്പ് ഇങ്ങനെയുള്ള സാധനം, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കസ്റ്റമർ സപ്പോർട്ടിൽ പോയതിനു ശേഷം അവിടെ ഒരു കംപ്ലൈന്റ് ചെയ്യുക. അഥവാ അവർ കൈമലർത്തി കഴിഞ്ഞാൽ ഈ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാറ്റ്ഫോം, അതിന്റെ ഡേറ്റ്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇൻവോയ്സിന്റെ ഫയൽസ് ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഒന്നും പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കഴിയുന്നത് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഇതുപോലെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഓപ്പൺ ബോക്സ് ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനത്തിന് വലിയ എമൗണ്ടിനൊന്നും ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതുപോലെ പ്രോഡക്റ്റുകൾ ഓൺലൈൻ വഴി വാങ്ങിക്കുന്ന സമയത്ത് ക്യാഷ്കരോ ആപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ അഡീഷണൽ ക്യാഷ് ബാക്കും നമുക്ക് കിട്ടും. അത് മാത്രമല്ല, ആദ്യം സൈനപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 50 രൂപ ചുമ്മാ കിട്ടും. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇനി അതല്ലാതെ വേറെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാറെന്നുള്ളത് കമന്റ് ചെയ്യുക. കാരണം മറ്റുള്ളവർ ഈ വീഡിയോ കാണുന്ന സമയത്ത് കമന്റ് ചെക്ക് ചെയ്യും, അവർക്കും കൂടി ഇത് ഉപകാരപ്പെടും. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. Thanks for watching. Bye bye.